ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാൾക്ക് ശേഷം ഇന്ന് നമ്മൾ ഫിഷ് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഇത്തവണ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്തപ്പോൾ ഞാനായിരുന്നു അതിനുള്ള മീനെയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ശേഷം അതിനകത്തുണ്ടായിരുന്ന സ്റ്റോൺസ് ഒക്കെ നമ്മളെടുത്തൊന്ന് നന്നായിട്ട് കഴുകുന്നുണ്ടായിരുന്നു. ഇതിൽ അഴുക്കാട്ടോ എൻ്റെ കയ്യിലിപ്പോൾ കണ്ടത്. നല്ല അടിപൊളി ബ്ലാക്ക് കളറിലൊക്കെ ആയിരുന്നു അതിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു, കാരണം കുറേ നാളായിട്ട് നമ്മൾ കഴുകിയിട്ടൊക്കെ. അങ്ങനെ സ്റ്റോൺ എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ നമ്മൾ ഈ ഒരു പമ്പ് യൂസ് ചെയ്തിട്ടാണ് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്ലാന്റ്സ് മാറ്റി, അങ്ങനെ സ്റ്റോണും മാറ്റി, ഫിഷും മാറ്റി. ഇത് നമ്മുടെ പഴയ ഫിൽറ്ററാണ്. ഇതിൻ്റെ ഓൾസോ നമ്മൾ ഒരു പ്ലാന്റ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് കല്ലൊക്കെ ഒന്ന് കഴുകി കൊണ്ടുവരാവേ. കല്ലൊക്കെ കഴുകി പുതിയ പ്ലാന്റും പുതിയ ഫിൽറ്ററും ഒക്കെ വെച്ചു. അതാണ് നമ്മുടെ പുതിയ പ്ലാന്റ്. ശേഷം നമ്മളിവിടെ റോ പ്ലാന്റ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. വെള്ളം ഒഴിച്ചപ്പോൾ നമ്മുടെ ഒരു ക്യാൻ തീർന്നു. അതുകൊണ്ട് തന്നെ നമ്മളിനി വെള്ളം എടുക്കാൻ പോവാണ്. നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫിൽറ്റർ എന്ന് പറയുന്നത് ബ്ലൂ പെറ്റിൻ്റെ ആയിരുന്നു കേട്ടോ. ഞാനിതാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സങ്കടവാർത്തയുണ്ട്. നമ്മൾ ഏറ്റവും അവസാനം ഫിഷിനെ ഇടാന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരൊറ്റൊരെണ്ണം ബാക്കിയില്ലാണ്ട് എല്ലാം റെഡായി പോയി. കാരണം അന്ന് വീട്ടിലുള്ളവർക്ക് അറിഞ്ഞൂടാ, എനിക്കും അറിഞ്ഞൂടാ. അപ്പോൾ കുറച്ച് മീനെ ഒന്ന് നമ്മൾ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൻറ്റി ഫംഗലിൻ്റെ ഒരു ഡ്രോപ്സും വാങ്ങി. ഇത്തവണ നമ്മൾ ഈ ഒരു 6 എണ്ണേ വാങ്ങുന്നുള്ളൂ, കാരണം വേറൊരു വലിയ മീൻ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അങ്ങനെ മീനെയും വാങ്ങിച്ച് ഫിഷ് ടാങ്കിൽ വിട്ടു. പിന്നെ നമ്മൾ ഈ മീൻ ഇടുന്നതിന് മുമ്പേ കുറച്ച് കല്ലിപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അമോണിയ കടലുണ്ടാവാൻ. അതിന് ശേഷം ബ്ലൂ ഡ്രോപ്സ് ഒഴിച്ചു. എന്നിട്ടാണ് നമ്മൾ മീൻ ഇട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഈ നമ്മൾ ക്യാമറയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. ഇത്രയേ ഉള്ളൂ. സോ ബൈ.